അധികാരത്തിന്റെ ഹുങ്കിൽ ആരെയും അടിച്ചമർത്താമെന്ന് കരുതുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കേരളത്തിന്റെ മണ്ണിൽ അന്ത്യം കുറിക്കുകയാണോ? സമുദായ നേതാക്കളെയും വോട്ട് ബാങ്കുകളെയും കയ്യിലെടുത്ത് മൂന്നാം ഊഴം സ്വപ്നം കാണുന്ന ഇടത് കേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസ് തൊടുത്തുവിടുന്ന അമ്പുകൾ കൃത്യമായി ലക്ഷ്യം കാണുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയുന്ന കെ മുരളീധരനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾ കളം നിറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കവും പാളുകയാണ്. ഇതിനിടയിലാണ് CPI നേതാവ് ബിനോയ് വിശ്വം നടത്തിയ വെടിപൊട്ടിക്കൽ പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ അടിച്ചിരുത്തുന്നത്. വെള്ളാപ്പള്ളിയെ കണ്ടാൽ കൈകൂപ്പും, ടാറ്റ പറയും, പക്ഷെ കാറിൽ കയറ്റില്ല എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന ഇടതു മുന്നണിക്കുള്ളിൽ വൻ സ്ഫോടനമാണ് തുറന്നുകാട്ടുന്നത്. ബിനോയ് വിശ്വം ഈഴവ വിരുദ്ധനാണെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രി നിശബ്ദനാവുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കളെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയ പിണറായി വിജയന് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെയുള്ള ഈ പ്രഹരമേൽപ്പിക്കുന്നത് വലിയ ആഘാതമാണ്. സമുദായ നേതാക്കളെ വിമർശിക്കുന്നത് ജാതി വിരുദ്ധതയായി ചിത്രീകരിച്ച് സഹതാപം നേടാനുള്ള മുഖ്യമന്ത്രിയുടെ കുടില തന്ത്രം കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളും ചേർന്ന് പൊളിച്ചെടുക്കുന്നു. മുൻപ് പിണറായിയുടെ സ്തുതി പാഠകനായിരുന്ന വെള്ളാപ്പള്ളി പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാട് മാറ്റാൻ കാരണം കോൺഗ്രസിന്റെയും UDFന്റെയും വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയാണ്. ഒരു മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അത് ഉടൻ ജാതി വിരുദ്ധതയാക്കി മാറ്റുന്ന തന്ത്രം സ്വന്തം മുന്നണിയിലെ നേതാവിന്റെ പരാമർശത്തോടെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ പ്രഹരമേൽപ്പിക്കുന്നത് കോൺഗ്രസ് ഉയർത്തുന്ന ധീരമായ നിലപാടുകളാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമാധാന യാത്രയിൽ മാറാട് കലാപത്തിന്റെ വിഷം കലർത്താൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്ക് ചരിത്രം കൊണ്ട് മറുപടി നൽകുകയാണ് പ്രതിപക്ഷം. 2003 മാറാട് കത്തുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് നെഞ്ചും വിരിച്ച് കടന്നു ചെന്ന AK ആന്റണിയെയും K കരുണാകരനെയും ലോകം കണ്ടതാണ്. എന്നാൽ അന്ന് ആ തീരത്ത് കാലുകുത്താൻ പോലും ധൈര്യമില്ലാതെ ജനങ്ങളുടെ കൂവലേറ്റ് മടങ്ങേണ്ടി വന്ന പിണറായി വിജയന്റെ ചിത്രം കോൺഗ്രസ് ഇന്ന് വീണ്ടും ജനമധ്യത്തിൽ ചർച്ചയാക്കുന്നു. ഈ ഒരു സത്യം മതി മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി തളർത്താൻ. NSSും SNDPയും ഒന്നിക്കുന്നതിൽ മുഖ്യമന്ത്രി ഭയപ്പെടുമ്പോൾ കോൺഗ്രസ് അതിനെ സമുദായ മൈത്രിയായാണ് കാണുന്നത്. വർഗീയ കാർഡ് ഇറക്കി വോട്ട് പിടിക്കുന്ന ഇടതുപക്ഷ ശൈലിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. സമുദായ നേതാക്കളുടെ വാക്കിന് പിന്നാലെ വോട്ട് ബാങ്കുകൾ കണ്ണടച്ച് നീങ്ങുന്ന കാലം കഴിഞ്ഞെന്നും ഭരണവിരുദ്ധ വികാരം അണപൊട്ടി ഒഴുകുകയാണെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നു. K മുരളീധരനെ പോലെയുള്ള നേതാക്കളുടെ പോരാട്ട വീര്യവും ബിനോയ് വിശ്വത്തിനെ പോലെയുള്ള സ്വന്തം മുന്നണിയിലെ നേതാക്കളുടെ തുറന്നു പറച്ചിലുകളും പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്നു എന്നത് പകല് പോലെ വ്യക്തം. അധികാരം നിലനിർത്താൻ പിണറായി വിജയൻ ഇനിയും എന്തൊക്കെ അടവുകൾ പുറത്തെടുക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കേരളം വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സമുദായത്തിനെയല്ല. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുള്ളത്. ആ വിവാദം ഉണ്ടാക്കിയ ഞങ്ങളല്ല. ശ്രീ ബിനോയ് വിശ്വമാണ് പറഞ്ഞത്, വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞങ്ങൾ കൈകൂപ്പും, കൈ കൊടുക്കും, ടാറ്റ പറയും, കാറിൽ കയറ്റില്ല. അതാണല്ലോ വിവാദം ഉണ്ടായത്. ഏതായാലും ബിനോയ് വിശ്വം ഒരു ഈഴവ വിരോധിയാന്ന് പറയില്ലല്ലോ. ബിനോയ് വിശ്വം ആയതുകൊണ്ട് VD സതീശനോ മറ്റോ പറയുമ്പോഴല്ലേ ജാതിയുടെ വേർതിരിവ് വരുള്ളൂ. ഇപ്പോൾ ബിനോയ് വിശ്വമാണ് ആദ്യം വിമർശിച്ചത്. ഞങ്ങൾ ശ്രീ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിൻ്റെ കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ചു, മുസ്ലിം സമുദായത്തിനെക്കുറിച്ച് അധിക്ഷേപം പറഞ്ഞു. അത് അദ്ദേഹത്തിനെ പോലെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അല്ല, സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
രാഷ്ട്രീയമായി അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷമുണ്ടാവില്ല. കാരണം സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. നേരെ മറിച്ച് അവരുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അവരത് സഹിക്കില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ പണ്ട് പിണറായി വിജയൻ ബിഷപ്പിനെ നിർകൃഷ്ട ജീവി എന്ന് വിളിച്ചപ്പോൾ ശക്തമായിട്ട് ആ സമുദായങ്ങൾ പ്രതികരിച്ചു. നേരെ മറിച്ച് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അത് അണികൾ കേൾക്കില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. ഇപ്പോൾ ഏതായാലും ശ്രീ വെള്ളാപ്പള്ളി തന്നെ ഇലക്ഷന് ശേഷം നമുക്ക് കാര്യങ്ങൾ കാണാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. മറ്റേത് മൂന്നാമതും പിണറായി വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ മൂന്നാമതും പിണറായി വരുന്നു പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി ഇപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ വരില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിലും കടന്നുകൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട്. പാർട്ടി നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ നോക്കാറില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് അന്ന് ഇന്നൊന്നുമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഭയമില്ല. സമുദായ നേതാക്കന്മാർ ഞങ്ങൾ ഒരു സമുദായത്തിനെതിരല്ല. എന്നാൽ സമുദായ ഐക്യത്തിന് കോട്ടമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ ഞങ്ങൾ അതിനെതിർക്കും. ഇപ്പം തന്നെ ഞാൻ പറയാം, ശ്രീ കാന്തപുരത്തിൻ്റെ യാത്ര വളരെ നല്ല രീതിയിൽ അദ്ദേഹം സംഘടിപ്പിച്ചു. ഒരു സമുദായ ഐക്യത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. അവിടെ പോയിട്ട് മാറാട് പറഞ്ഞ് കുളം കലക്കാൻ നോക്കിയത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് നല്ല മറുപടിയും കൊടുത്തു. അതിൽ അദ്ദേഹം തന്നെ ശ്രീ കാന്തപുരം തന്നെ പറഞ്ഞു ഇത് ഒരു രാഷ്ട്രീയ വേദിയാക്കേണ്ടിയിരുന്നില്ല. ആരാ വേദിയാക്കിയത്? ഇനി ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പം മാറാടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഈ കലാപം ഉണ്ടായ കാലത്ത് മാറാട് കടന്നു അവിടെ ചെന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ ആൻ്റണിയും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനൊക്കെ അവിടെ സന്ദർശിച്ചു. ആ രണ്ട് വിഭാഗങ്ങളും അവരെ നേതാക്കന്മാരെ സ്വീകരിച്ചു. ഒരാൾക്ക് മാത്രമേ അവിടെ കാലെടുത്ത് കുത്താൻ കഴിയാതിരുന്നിട്ടുള്ളൂ. ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെയാണ് നാട്ടുകാർ കൂവി വിളിച്ചോടിച്ചത്. മാറാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഞങ്ങൾക്കും പറയാനുണ്ട്. സാമുദായിക നേതാക്കൾ പറയുന്ന കാര്യം ജനങ്ങളെ സ്വാധീനിക്കില്ല. കാരണം വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കാൻ പോവുകയാണ്. UDF ആണ് SNDP NSS തമ്മിലടുപ്പിച്ചത്. അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ലേ? അദ്ദേഹം പറഞ്ഞ് സ്വാധീനിച്ചിട്ടാണ് ജനം വോട്ട് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിക്കും. എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെക്കുറിച്ച്. VD സതീശനെ കുറിച്ച് മാത്രമല്ല മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയും കോൺഗ്രസ് നേതാക്കന്മാരാരും എൻ്റെ വീട്ടിൽ വരണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? ഞാൻ പറയാം, ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തിനെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ വ്യക്തിയുടെ ജാതിനെയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും ആരെയും വിമർശിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അപ്പം ഞാനൊരു ഈഴ വിരോധിയാവൂ? മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചാൽ അദ്ദേഹം ഒരു നായർ വിരോധിയാവൂ? അപ്പോൾ ഈ വിമർശനങ്ങളെ ജാതി മതമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്.